ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്ഷീരകർഷകർക്ക് സന്തോഷമേകുന്ന ഒരു വാർത്തയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ 2025-2026 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള പശുക്കൾക്ക് എല്ലാം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ ഇത്തരത്തിലൊരു ഇൻഷുറൻസ് പദ്ധതി വളരെ അപൂർവമാണ്. സാധാരണയായി എപ്പോഴെങ്കിലും ടോട്ടൽ ഇത്ര എണ്ണം പശുക്കൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു പശു എന്നൊക്കെയാണ് സാധാരണയായി സ്കീമുകൾ വരാറ്. ഇത്തവണ പക്ഷേ എല്ലാ പശുക്കൾക്കും ഇൻഷുർ പരിരക്ഷ എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പദ്ധതി നിലവിൽ വരുന്നത് ഇടത്തരം കർഷകർക്കും ഫാമുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് സ്കീമുകളിൽ ഇൻഷുർ ചെയ്യുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 70,000 രൂപയ്ക്ക് ഒരു പശുവിനെ ഇൻഷുർ ചെയ്യണമെങ്കിൽ, അതും ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 4,200 രൂപയോളം പ്രീമിയം തുകയായി അടയ്ക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു പ്രീമിയം പോളിസി ഫാമുകാരെ സംബന്ധിച്ച് വല്ലാത്തൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് വരുത്തി വെക്കുന്നത്. എല്ലാ പശുക്കളെയും ചെയ്യുമ്പോൾ നല്ലൊരു തുക തന്നെ പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പൊതുവേ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഇൻഷുർ പരിരക്ഷ എടുക്കാൻ മടിക്കുകയാണ് ചെയ്യാറ്. അഥവാ എന്തെങ്കിലും സ്കീമുകളൊക്കെ പാസ്സാകുന്നുണ്ടെങ്കിൽ സ്കീമുകളിൽ പശുക്കൾക്ക് ഇൻഷുറൻസ് നിർബന്ധമായതിനാൽ അത്തരം പശുക്കളെ മാത്രം പൊതുവെ സാധാരണയായി ഇൻഷുർ ചെയ്തു പോരുന്നു. മിൽമയിലാണെങ്കിൽ പോലും പ്രീമിയം തുക കുറവാണെങ്കിൽ എല്ലായ്പ്പോഴും പദ്ധതി നിലവിലുണ്ടാകണമെന്നില്ല. ഈ പദ്ധതി പ്രകാരം അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലികളുടെ ആകസ്മിക മരണം, ഉൽപാദനക്ഷമതയിലും പ്രത്യുൽപാദനക്ഷമതയിലും ഉണ്ടാകുന്ന നഷ്ടം എന്നിവയിൽ കർഷകന് ആശ്വാസം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത്. വേറെന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അസുഖം ബാധിച്ച് പശു ചത്താലോ രോഗബാധിതമായാലോ കർഷകന് 60,000 രൂപ മുതൽ 65,000 രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നു. പ്രകൃതിക്ഷോഭത്താലുള്ള ഒരു നഷ്ടത്തിനും ഈ പദ്ധതിക്ക് കീഴിൽ പരിരക്ഷയുണ്ട്. ഈ പദ്ധതിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഉടമയായ കർഷകനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നതാണ്. അപകടമരണം, പൂർണ്ണമോ ഭാഗികമോ ആയ അംഗവൈകല്യം എന്നിവയ്ക്ക് 5 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. ഇനി നമുക്ക് പ്രീമിയം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാലോ. 5 ലക്ഷം രൂപയ്ക്ക് കർഷകൻ പ്രീമിയമായി അടയ്ക്കേണ്ടത് വെറും 100 രൂപ മാത്രമാണ്. ഇത് ഏതൊരു കർഷകനെ സംബന്ധിച്ചും തികച്ചും അഫോർഡബിൾ ആയൊരു തുക തന്നെയാണ്. 65,000 രൂപ മതിപ്പ് വിലയുള്ള ഉരുക്കൾക്ക് ഒരു വർഷ പദ്ധതിയിൽ 437 രൂപയും 3 വർഷ പദ്ധതി പ്രകാരം 1,071 രൂപയുമാണ് പ്രീമിയം നിരക്കായി വരുന്നത്. പ്രൈവറ്റ് പോളിസികൾ ഒരു വർഷത്തേക്ക് 4,200 രൂപ പ്രീമിയം വരുന്ന സ്ഥാനത്താണ് കർഷകർക്ക് ഈ ഒരു പദ്ധതിയിലൂടെ 85% സബ്സിഡിയോട് കൂടിയ തുകയായ 1,071 രൂപയ്ക്ക് പ്രീമിയം തുക ലഭ്യമാകുന്നത്. ഒരു വർഷ പദ്ധതിയിൽ കുറഞ്ഞത് 2,320 ഉരുക്കളെയും 3 വർഷ പദ്ധതിയിൽ കുറഞ്ഞത് 400 ഉരുക്കളെയും ഇൻഷുർ ചെയ്യാനാണ് ആദ്യഘട്ടത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ സുവർണാവസരം എല്ലാ ക്ഷീരകർഷകരും പ്രയോജനപ്പെടുത്തുമല്ലോ. ഇനി നമുക്ക് ഇതിനായുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. 2 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള പശുക്കൾ, എരുമകൾ എന്നിവയ്ക്ക് മാത്രമേ ഈ സ്കീമിന് കീഴിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. കറവ പശുക്കൾക്ക് പ്രതിദിനം കുറഞ്ഞത് 7 ലിറ്റർ ഉൽപാദനശേഷി ഉണ്ടായിരിക്കണം. ഗർഭാവസ്ഥയുടെ അവസാന 3 മാസത്തിലുള്ള ഗർഭിണികളായ കിടാരി, എരുമ, 7 മാസത്തിന് മുകളിലുള്ള ഗർഭിണികളായ കറവ പറ്റിയ പശുക്കൾ, എരുമകൾ എന്നിവയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഇൻഷുർ ചെയ്യുന്നതിനുള്ള കന്നുകാലികളെ തിരഞ്ഞെടുക്കുന്നത് വകുപ്പിലെ വെറ്റിനറി സർജനാണ്. ആരോഗ്യമുള്ള കന്നുകാലികളായിരിക്കണം ഇൻഷുർ പരിരക്ഷയ്ക്ക് വേണ്ടി വിധേയമാക്കുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർബന്ധമായും ഇത്തരം പശുക്കൾക്ക് എടുത്തിരിക്കണം. ഇൻഷുർ ചെയ്തവയെ തിരിച്ചറിയുന്നതിന് വേണ്ടി 12 അക്ക പോളിയൂറത്തീൻ ഇയർ ടാഗ് നിർബന്ധമാണ്. ഇന്നത്തെ കാലത്ത് തൈലേറിയ, ബബീഷ്യ, അനാപ്ലാസ്മ, അകിടുവീക്കം തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ച് പശുക്കൾ വീണു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഉയർന്ന പോളിസികൾ അടച്ച് പ്രീമിയം എടുക്കാത്തതിനാൽ തന്നെ ഒത്തിരി കർഷകർ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടിരിക്കുന്ന ക്ഷീരമേഖലയ്ക്ക് ഏറെ പ്രയോജനകരവും പ്രതീക്ഷയുമേകുന്നതുമാണ് ഈ ഒരു പദ്ധതി. അപ്പോൾ എല്ലാ ക്ഷീരകർഷകരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ
ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.